ശാസ്ത്രവും പ്രകൃതിയും മനുഷ്യത്വവും ആത്മീയതയും ഭൗതികതയും കൈകോർത്ത് പിടിച്ച് ആനന്ദ നടനം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു വീക്ഷിച്ചത്. മോസ്റ്റ് ഇന്ത്യൻസ് ഡു നോട്ട് ലിവ് ഇൻ ദി ഓർഗനൈസ്ഡ് സെക്ടർ. മോസ്റ്റ് ഇന്ത്യൻസ് ഡു നോട്ട് ലിവ് ഇൻ ദി ഓർഗനൈസ്ഡ് സെക്ടർ. പഠിക്കൂ, വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കൂ, ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കൂ. പക്ഷെ ആ വിദ്യാഭ്യാസം മാതൃനാടിന് വേണ്ടി വിനിയോഗിക്കൂ. പഞ്ചവത്സര പദ്ധതികൾക്ക് അദ്ദേഹം രൂപവും ഭാവവും അർത്ഥവും വ്യാപ്തിയും നൽകുകയുണ്ടായി. ഒരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിറ്റ്യൂഷനായി മാറാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നാം ഓരോരുത്തരുടെയും ചുമലിലുണ്ട്. Let not the locusts of despair destroy the harvest of India's freedom. Let not the locusts of despair destroy the harvest of India's freedom. ലോകത്തിലെ ഏറ്റവും മഹത്വം ബൃഹത്വമായ ജനാധിപത്യ രാജ്യമായ ഭാരതം, ആ നാടിൻ്റെ മക്കളാകുവാൻ, സന്തതികളാകുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം. സ്വാതന്ത്ര്യത്തിൻ്റെ ഊഷ്മളവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിയതിൻ്റെ പിന്നിൽ, മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവി വിശേഷിപ്പിച്ച പാരതന്ത്ര്യത്തോട് വിട പറയുവാൻ കഴിയതിൻ്റെ പിന്നിൽ നെഹ്റു ഉൾപ്പെടെയുള്ള നിരവധി മഹാരഥന്മാരുടെ സേവനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, അർപ്പണ മനോഭാവത്തിൻ്റെ ഉദാത്തമായ നിരവധി കഥകൾ. ആംഗലേയരുടെ വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കാട്ടിയ ധീരദേശാഭിമാനികളുടെ കഥകളും നമ്മെ ഇന്നും പലപ്പോഴും രോമാഞ്ച കഞ്ചുകിതരും പുളകിത ഗാത്രങ്ങളുമാക്കി തീർക്കാൻ. പൊരുതി നേടിയെടുത്ത ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യത്തിന് കൂടി വഴിതെളിക്കാനുള്ള ശ്രമങ്ങളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച കാലഘട്ടത്തിൽ ചെയ്തത് എന്നത് ഈ വേദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നിസ്സംശയം പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊള്ളട്ടെ. സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യം, ഉച്ചനീചത്വങ്ങൾ ഉച്ചാടനം ചെയ്യുക, ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക. അതാണ് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി. മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം, ഐക്യക്ഷയത്താൽ അടിമശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം എന്ന വെള്ളത്തോള് മാപ്പിൽ കുറിച്ചിട്ട വരികൾക്ക് മാറ്റം വരുത്തുവാൻ പഞ്ചവത്സര പദ്ധതികൾക്ക് അദ്ദേഹം രൂപവും ഭാവവും അർത്ഥവും വ്യാപ്തിയും നൽകുകയുണ്ടായി. സുഖാമൃതം സ്വൈരമശിച്ച് ദിവ്യ സൗധേര്യമിപ്പൂ മുതലാളി വീരൻ അവന് വിൺതീർത്തവരും വിശപ്പാൽ വല്ലേടെ മുമ്പിൽ അകത്തും പുറത്തുമുള്ള ചിന്തശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുവാൻ പഞ്ചശീല തത്വങ്ങൾ ഉൾപ്പെടെയുള്ള ആദർശങ്ങൾ അദ്ദേഹം പ്രായോഗിക തലത്തിലേക്ക് അയച്ചു. എന്തിനാണ് ഭാരതം സ്വാതന്ത്ര്യം നേടിയത് എന്നത് സ്വന്തം പ്രവൃത്തി പഥത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. എന്തിനാണ് ഭാരത മതങ്കജം ചങ്ങല പൊട്ടിച്ചത്? പാരിനെ ചതച്ചുകൊണ്ട് അങ്ങിങ്ങ് പായാനല്ല, പിന്നെന്തിനാണ്? വാരിയിൽ വീഴിക്കപ്പെട്ടുഴലും തൻ കൂട്ടരെ ചേർത്ത് തുമ്പിക്കൈയാൽ പിടിച്ചു പൊക്കാനത്രേ.
അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദേശ നയത്തിൻ്റെ അടിത്തറ. അമ്പ ഭാരതധാത്രി ഹൃത്തിനാൽ നെറുകയിൽ ചുംബനം ചെയ്തൂതുന്നു തൻ സ്വരം പതറവേ. അമ്പ ഭാരതധാത്രി ഹൃത്തിനാൽ നെറുകയിൽ ചുംബനം ചെയ്തോതുന്നു തൻ സ്വരം പതറവേ. ജീവ നന്ദിനി ചിരംജീവ നിൻ സ്വാതന്ത്ര്യ ഛാപാവന ജ്വാലാനാളമങ്ങോളം ജ്വലിക്കട്ടെ. അതായിരുന്നു നെഹ്റൂവിയൻ ഫോറിൻ പോളിസിയുടെ, നെഹ്റൂവിയൻ വിദേശകാര്യ ചിന്തകളുടെ അടിത്തറ എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗം എന്തായിരുന്നു നെഹ്റുവിൻ്റെ വിദ്യാഭ്യാസ വീക്ഷണം? പ്രശസ്തമായ അലഹബാദ് കൺവക്കേഷൻ അഡ്രസ്സിൽ അദ്ദേഹം അത് നിസ്സംശയം പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം, മനുഷ്യത്വം, ടോളറൻസ്, സഹിഷ്ണുത, അഡ്വഞ്ചർ ഓഫ് ഐഡിയസ്, സെർച്ച് ഫോർ ട്രൂത്ത്. വിദ്യാഭ്യാസം ഒരു സത്യാന്വേഷണ പരീക്ഷണമായിരിക്കണം. ലോകോത്തരമായ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം IIT-കൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. എന്താണ് വിദ്യാഭ്യാസം എന്ന വാക്കുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്? വിദ്യാഭ്യാസം കേവലം അക്ഷരാഭ്യാസമോ അക്ഷരജ്ഞാനമോ അക്കങ്ങളുടെ മായാലോകമല്ല. ഒരുവന് ജീവിക്കുവാൻ ജീവിതായോധനത്തിൽ വിജയവൈജയന്റെ പാറപ്പറപ്പിക്കുവാൻ സർവാത്മനാ സുസജ്ജനാക്കുന്ന സുമധുര മന്ത്രമായിരിക്കണം, മാസ്മര ശക്തിയായിരിക്കണം വിദ്യാഭ്യാസം. അതാണ് അദ്ദേഹം ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അവനിൽ ചെളി പുരണ്ട് കിടക്കുന്ന മാനുഷിക മൂല്യങ്ങളെ തെച്ചുമിനുക്കി അവനെ കാന്തിയും മൂല്യവും വാച്ചെടുത്ത വജ്രമാക്കി, വൈഡൂര്യമാക്കി, പവിഴമാക്കി തീർക്കുന്ന അത്ഭുത പ്രതിഭാസമായിരിക്കണം വിദ്യാഭ്യാസം. അതാണ് നെഹ്റൂവിയൻ വിദ്യാഭ്യാസ വീക്ഷണം. വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാകുകയിൽ. വിത്തം വേണോ വിദ്യ വേണോ എന്ന് ചോദിച്ചാൽ വിദ്യ മതി. വെണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ട് കരുതേണമോ. അതിന് കാരണം കൊണ്ട് വിദ്യ വിട്ട് നരഞ്ഞാമോ വിശ്വംഭരയിൽ വാഴുവൻ ആയുധം കയ്യിലില്ലാത്തോരടരാട്. ആയുധമായിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ കണ്ടത്. എന്ത് തരത്തിലുള്ള ആയുധം? നൈനം ഛിന്നന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നഛേദം ക്ലേദയന്ത്യാഹോ നശോഷയതി മാരുതഃ. അഗ്നി നീറ്റാത്തത്, കറ്റനക്കാത്തത്, അത്യുഗ്ര ശസ്ത്രവും ലേശമേൽക്കാത്തതായി നിത്യരക്ഷായുധം. Literacy is not the end of education, nor even the beginning of it. കാവ്യാത്മകമായി ആ വിദ്യാഭ്യാസ വീക്ഷണത്തെ അവതരിപ്പിച്ചാൽ പാവക്കിടാവെ കിടത്തി കിളിങ്ങിനെ തൂവളച്ചാർത്തോടതിൻ തുടമേൽ അമ്മലർ കൈയിനാൽ താളം പിടിച്ചുകൊണ്ട് അമ്മയായി പാടി ഉറക്കുകയും. അതാണ് വിദ്യാഭ്യാസം. അത് അക്ഷരാഭ്യാസമല്ല, അക്ഷരജ്ഞാനമല്ല, റാങ്കുകൾ വാങ്ങിക്കൂട്ടുന്ന പ്രക്രിയയുമല്ല. പുല്ലാണ് പുസ്തകജ്ഞാനമെന്നാണ് എടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. പുലരിതൻ പുല്ലാങ്കുഴൽ വിളി വന്ന് പുണരവേ തോൽക്കുകിലെന്ത് പരീക്ഷയിൽ തെല്ലുമേ തോൽക്കുല ജീവിതാസ്വാദനത്തിങ്കൽ നാം പുസ്തക കീടങ്ങളായിട്ട് അനാരതം മസ്തകം താഴ്ത്തി നാം മൗനം ഭജിക്കുകിൽ സാരഗർഭങ്ങളാം ഓരോ നിമിഷവും കൂരിരുൾക്കുള്ളിൽ അലിഞ്ഞു പോം നിഷ്ഫലം. IIT-കളിലെ അസസ്മെൻറ്റിൻ്റെ മാതൃക എങ്ങനെയാണ് IIT-കളിൽ ഒരു കുട്ടിയെ അസസ് ചെയ്യുന്നതെന്ന പരിശോധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും തത്വചിന്തകളുടെയും അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതാണ് യഥാർത്ഥമായ വിദ്യാഭ്യാസം. മമ്പഴം പെറുക്കുവൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺപറം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറഞ്ഞൊരു സത്യമുണ്ട്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അങ്ങനെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, കുഞ്ഞുങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഒരു പഴമൊഴി കൂടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. അംബിഷൻ ഇസ് ദ സ്പർ ദാറ്റ് മേക്സ് വൺ സ്ട്രഗിൾ വിത്ത് ഡെസ്റ്റിനി. ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ ഇൻസെന്റീവ് ടു മേക്ക് പർപ്പസ് ഗ്രേറ്റ് ആൻഡ് അച്ചീവ്മെന്റ് ഗ്രേറ്റർ. ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്ക്
സ്നേഹവും സാഹോദര്യവും സമഭാവനയും സദ്ഭാവനയും പാലൂട്ടി വളർത്തുന്ന രാസത്വരകങ്ങളാണ്, മൃതസഞ്ജീവനി മന്ത്രങ്ങളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓരോ കൊട്ടേഷനും. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ഇന്ന് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയങ്ങൾ പോലും നമുക്ക് അന്യമായി തീർന്നിരിക്കുന്നു. കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾക്ക് വഴിമാറിക്കൊടുത്തപ്പോൾ മകനോ മകളോ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നിന്ന് എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു. അവൻ മഹാനായ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കുന്നു. അവൻ ചതിക്കുഴിയിൽ നിന്നും ചതിക്കുഴിയിലേക്കും ലഹരിയിലേക്കും വഴുതി വീഴുകയാണെന്ന സത്യം ആ മാതാപിതാക്കൾ ഒരുപക്ഷെ മനസ്സിലാക്കത്തില്ല. വളരെയേറെ പ്രസക്തമാണ് ഈ സാഹചര്യത്തിൽ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അതിനകത്തിറങ്ങിയിരിക്കുന്ന ആദർശങ്ങൾ, ടെക്നോളജിയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്ന വീക്ഷണങ്ങൾ. സയൻസ് ഈസ് ഒൺലി ഹ്യൂമൻ എൻക്വയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സയൻസ് ഈസ് ഒൺലി ഹ്യൂമൻ എൻക്വയറി. ശാസ്ത്രം മനുഷ്യൻ്റെ ജിജ്ഞാസയുടെ ശ്രീകോവിലിൽ കൊളുത്തിയ ഒരു ഭദ്രദീപം മാത്രമാണ്. മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം കേവലം പൊള്ളയാണ്. Because it is only a human inquiry, it can only give an answer that is somehow couched in human tones. The primitive man stood against a cliff and shouted. The echo brought back his voice. He started believing in a disembodied spirit. The scientists of today, the technologists of tomorrow stand counting out loud in the face of the unknown. Loud in the face of the unknown. ശാസ്ത്രം എത്ര വളർച്ച പ്രാപിച്ചാലും ഒരു നഗര സത്യത്തിന് നേരെ മുഖം തിരിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. He paints the wayside flower. He lights the evening star. ശാസ്ത്രവും പ്രകൃതിയും മനുഷ്യത്വവും ആത്മീയതയും ഭൗതികതയും കൈകോർത്ത് പിടിച്ച് ആനന്ദ നടനം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു വീക്ഷിച്ചത്. അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്കുള്ളൊരു പ്രയാണത്തിനായിരുന്നു അദ്ദേഹം തുടക്കം കുറിച്ചത്. ഗാന്ധിയൻ ആദർശങ്ങളുടെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തുകൊള്ളട്ടെ, അതാണ് ഗാന്ധി അപ്പൂപ്പൻ. ആരിലും കനിവുള്ളവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ. അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദം, മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം, മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവസേവ, ഇതെല്ലാം പൊള്ളയാണെന്ന് ഗാന്ധിജിയെപ്പോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അതിൻ്റെ അലയടികളാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ. ഏത് തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നെഹ്റു വിഭാവനം ചെയ്തത്. ഏത് തരത്തിലുള്ളൊരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ നാടിൻ്റെ ഭാവി ഭദ്രവും ഭാസുരവുമായി തീരുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ ആകത്തുകയായൊരു തലമുറ. തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്കു വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുപ്പുള്ളൊരു തലമുറ. സൂര്യനസ്തമിക്കാത്തൊരു സാമ്രാജ്യത്തെ മാറാല പോലെ വിറപ്പിച്ചവരെ രായ്ക്കരാമാനം കെട്ടുകെട്ടിച്ച ഇന്ത്യൻ വിദ്യാർത്ഥി വർഗത്തിൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ളൊരു തലമുറ. അതായിരുന്നു നെഹ്റുവിയൻ വീക്ഷണം. അച്ചടക്കത്തെ സംബന്ധിച്ചിടത്തോളം കാസാബിയംഗപരായിട്ടുള്ള തലമുറ, ലക്ഷ്യബോധമുള്ളൊരു തലമുറ. സെറ്റ് എ ഗോൾ, വർക്ക് ഹാർഡ്, സക്സസ് വിൽ കം ടു യു എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന സ്വപ്നങ്ങളെ കീഴടക്കുമ്പോഴും പിറന്ന നാടിനെ, പെറ്റ മണ്ണിനെ മറക്കാത്തൊരു തലമുറ. നമ്മുടെ മഹത്തായ സംസ്കാരത്തെ, ബൃഹത്തായ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നൊരു തലമുറ. നമുക്ക് വലിയൊരു സംസ്കാരമുണ്ട്. കറയറ്റ ഹിമാലയ ഗിരിശൃംഗമെന്നും തെളിവുറ്റ അനന്ത നീലരത്നാകരമെന്നും വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്കാരം. ആ ഇന്ത്യൻ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറ. ചുരുക്കത്തിൽ ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും മുഹമ്മദിൻ സ്ഥൈര്യവും ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയും ഹിമവാന്റെ ഔന്നത്യവും ഗംഗയുടെ പരിശുദ്ധിയും സമഞ്ജസമായി സമ്മോഹനമായി സമ്മേളിക്കുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു മൂശയായിരുന്നു
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ജീവിതം ആഴി പോലെ അനന്തമാണ്. ജീവിതം ആഴി പോലെ അനന്തമാണ്. അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം മാത്രമാണ്. ആഴമേറിയിടുന്ന ഒരാഴി കടക്കിലും ആഴക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കണം. ആഴമേറിയിടുന്ന ഒരാഴി കടക്കിലും ആഴക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കണം. ആ കുടിനീര് കണ്ണുനീരായി തീരുമ്പോൾ, ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ അവന് താങ്ങും തണലുമായി നിൽക്കേണ്ടത് സമൂഹമാണ്. അതായിരുന്നു നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഉദ്ദേശം. രമാ ബിജാപുർക്കർ NCAER ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ പറഞ്ഞ വരികൾ എൻ്റെ മനസ്സിലേക്ക് കൂടിയെത്തുന്നു. വിച്ച് ഇന്ത്യ ആൻഡ് ഹൂസ് ഇന്ത്യ ആർ യു ടോക്കിംഗ് അബൌട്ട്? വിച്ച് ഇന്ത്യ, ഹൂസ് ഇന്ത്യ? There is one India whose proud inhabitants enjoy higher per capita income than Brazil. That includes you and me. There's a larger one that is slightly poorer than Indonesia. But there is also a third one, more than double in size of the sum of the first two, which is almost as poor as Bangladesh. Most Indians do not live in the organized sector. Most Indians do not live in the organized sector. Their well-being cannot be discerned from the subjective data maintained by Indian corporate houses. What makes them spend is a financial misoptimism that something somewhere somehow will work out. പ്രിയപ്പെട്ടവരെ, ആ ദരിദ്ര നാരായണന്മാർക്ക് വേണ്ടി ടു വൈപ്പ് എവരി ടിയർ ഔട്ട് ഓഫ് എവരി ഐ എന്ന രാഷ്ട്രപിതാവിൻ്റെ ആദർശം സാധൂകരിക്കാൻ വേണ്ടി അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചത്. പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്തത്. പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ആരംഭിച്ചത്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. അഭ്യസ്തവിദ്യനായ ഒരു വ്യക്തിയുടെ മുഖമുദ്ര എന്ത് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശ്വസിച്ചിരുന്നത് എമ്പതി എന്ന യാഥാർത്ഥ്യമാണ്. ടു പുട്ട് യുവർ സെൽഫ് ഇൻ അനദർ പേഴ്സൺ ഷൂസ്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ പരിശോധിച്ചാൽ അവയിലെല്ലാം നിഴലിക്കുന്നത് എമ്പതിയാണ്. ഒരു വ്യക്തിയുടെ തൊലിവെളുപ്പ് കൊണ്ടല്ല, അവനെ അളക്കേണ്ടതെന്ന് വ്യക്തമായി ആ അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഒരു വ്യക്തിയുടെ തൊലിവെളുപ്പ് കൊണ്ടല്ല, തൊലിവെളുപ്പുണ്ടാക്കുന്നത് ക്ലൈമാറ്റിക് കണ്ടീഷൻസാണ്. എമ്പതി ആയിരിക്കണം നിന്റെ മുഖമുദ്ര എന്ന് സ്വന്തം മകളോട് അദ്ദേഹം പറഞ്ഞു കൊടുത്തിരുന്നു. എന്താണ് എമ്പതി? അന്യൻ്റെ വീക്ഷണകോണത്തിലൂടെ സ്വന്തം ജീവിതം കാണാനുള്ള കഴിവാണ് എമ്പതി. അന്യൻ്റെ വീക്ഷണകോണത്തിലൂടെ സ്വന്തം ജീവിതം കാണാനുള്ള കഴിവാണ് എമ്പതി. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും ഹന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ എന്ന് കേൾക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ഇറ്റി വീണം. അതാണ് എമ്പതി. പരൻ ഉള്ളുകാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ. ഇന്ന് ഭാഷയത് അപൂർണമിങ്ങഹോ വന്നുപോവും പിഴയും അർത്ഥശങ്കയാലെന്ന് മഹാകവി കുമാരനാശാൻ നളിനിയിൽ പറയുമ്പോൾ അതിൻ്റെ താത്വിക തലങ്ങൾ മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിയണം. അതാണ് എമ്പതി. എമ്പതിയുള്ള നല്ല കുട്ടിയായി വളരൂ എന്നാണ് ആ അച്ഛൻ സ്വന്തം മകളെ ഉപദേശിച്ചത്. ആ മകളെ ഉപദേശിക്കുന്നതിലൂടെ സമൂഹത്തെ അദ്ദേഹം ഉപദേശിച്ചതാണ്. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലരി വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടുകാർക്കിൽ ഇത് താൻ ഗതി സത്യമെന്ന് കണ്ണീരിനാൽ അവനി വാഴുവ കിരാവ് കഷ്ടം എന്ന് കേൾക്കുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കാളിയാകാനുള്ള മനസ്സവനുണ്ടാകണം. അത്തലുള്ളവനും ഭാരം ചുമക്കുന്നവനും അവശനും ആർത്തനും ആലംബഹീനനും, അല്ലാതെ അദാനിക്കും അംബാനിക്കുമല്ല, അത്താണിയായി തീരുവാനുള്ള മനസ്സാക്ഷിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ചത്. അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ അകല കുന്നിൻ ചോട്ടിൽ രാത്രി തൻ ഗുഹകളെ അലറും തെണ്ടിപ്പട്ടി ഒലിയാൽ നിറയ്ക്കുമ്പോൾ കണ്ടിടാറുണ്ട് ഞാൻ ആ കിളവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ട് അങ്ങ് ചെരിപ്പതായി മിണ്ടുകിൽ ഒന്നും തന്നെ മിഴിയും ചുണ്ടും വണ്ടിത്തണ്ടിൻ്റെ ദാർഹമാം ഞരക്കം മാത്രം കേൾക്കാം എന്ന് പറയുമ്പോൾ ആ വണ്ടിക്കാരൻ്റെ ദുഃഖം മനസ്സിലാക്കാൻ അവന് കഴിവ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, താൻ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ദരിദ്രനാരായണൻ്റെ കണ്ണീരൊപ്പാനായി ശ്രമിച്ച ജനകീയനായ മഹാനായ
ഒരു പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്ക് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രശസ്തമായ വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നു. ദി ഇന്ത്യൻ സൊസൈറ്റി വാസ് ലൈക്ക് എ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് with neither an elevator nor an escalator. The Indian society was like a multi-storied building with neither an elevator nor an escalator. രണ്ടാം നിലയിൽ ജനിച്ചവൻ രണ്ടാം നിലയിൽ തന്നെ ജീവിക്കും, രണ്ടാം നിലയിൽ തന്നെ മരിക്കും. നാലാം നിലയിൽ ജീവിച്ചവൻ നാലാം നിലയിൽ തന്നെ അവിടെ തന്നെ ജീവിക്കും, അവിടെ തന്നെ മരിക്കും. 10ാം നിലയിൽ ജനിച്ചവൻ 10ാം നിലയിൽ ജീവിച്ചു മരിക്കും. അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് എസ്കലേറ്ററും എലിവേറ്ററും നൽകിക്കൊണ്ട് സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഉപകരണമായി ഇന്ത്യൻ ഭരണഘടനയെ ആ രീതിയിൽ വിനിയോഗിക്കുവാൻ എങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് കഴിയും എന്ന് സ്വപ്രയത്നത്തിലൂടെ സ്വന്തം ഉദാഹരണത്തിലൂടെ തെളിയിച്ചു കൊടുത്ത മഹാനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും. ലാംഗ്വേജിനെ കുറിച്ച് നെഹ്റു പറഞ്ഞ പ്രശസ്തമായ വരികളുണ്ട്. ലാംഗ്വേജും കൾച്ചറും തമ്മിലുള്ള അദമ്യമായ ബന്ധത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ നിരവധി കൊട്ടേഷനുണ്ട്. എന്താണ് അദ്ദേഹം ആ കൊട്ടേഷനിലൂടെ പറഞ്ഞ് ഫലിപ്പിച്ചത്? മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്തായെങ്കിൽ ആധിപത്യത്തിന് അനർഹർ നിങ്ങൾ, ഭക്തിയാ സ്വഭാഷ തൻ കാൽക്കൽ കുനിയായെങ്കിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ, സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യുവിൻ. ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉത്തരത്തിൻ്റെ അർത്ഥം അതാണ്. പഠിക്കൂ, വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കൂ, ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കൂ. പക്ഷെ ആ വിദ്യാഭ്യാസം മാതൃനാടിന് വേണ്ടി വിനിയോഗിക്കൂ. അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാപ്പെട്ട തായി അടിമലരിണ വേണം താങ്ങുവാൻ മറ്റൊരിടത്തടിയുവത് ജരിക്കം മുക്തി സിദ്ധിക്കുമോളം. സുദീർഘമായ ഒരു അനുസ്മരണ പ്രഭാഷണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. പി കെ ബാലകൃഷ്ണൻ തൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ കുറിച്ചിട്ട വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ളൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ആ മനസ്സുള്ള തലമുറയെ സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു നെഹ്റുവിയൻ ആദർശത്തിൻ്റെ പൊരുൾ എന്നീ വേദിയെ സാക്ഷ്യപ്പെടുത്തി നിർത്തുവാൻ കൂടി ഞാൻ ഈ അവസരം പറഞ്ഞുകൊള്ളട്ടെ, ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ കുറിച്ചിട്ട വരികളും മനസ്സിലേക്ക് ഓടിയെത്തുന്നു. വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ, എവിടെ നിർഭയമാകുന്നു മനസ്സം, ആൻഡ് ദ ഹെഡ് ഹെൽഡ് ഹൈ, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. എന്തുകൊണ്ട്? തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട്. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ കുലുങ്ങിയില്ലി കരളിന്നും. Their mind is without fear and the head held high. Where knowledge is without barriers. Where words come out from the depth of truth. Where tireless striving stretches its arms towards perfection. Where the clear stream of reason has not lost its way in the dreary desert sand of that habit. To that heaven of freedom, my father, let my country awake. Which has its roots in the soil but reaches up to the sky, is a grim reminder to all of us that our ability to reach our goals depends on we, the people of this country, who are the soil out of which we grow, who are the shoulders on which we stand. അതുകൊണ്ട് ദേശസ്നേഹികളായൊരു തലമുറയെ വാർത്തെടുക്കുവാൻ, ചെന്നപാരതയുടെ കൈകളിൽ പിടിക്കുവാൻ എന്നപ്പോൾ സമാന്തരം പായുന്ന പാളങ്ങളെ പുലരിക്കതർവെന്ന് മുന്നമേ പരത്തുന്ന പുതിയ വെളിച്ചമീ ഞങ്ങളിൽ പകരുന്നു. ആ യഥാർത്ഥമായ വിദ്യാഭ്യാസത്തിൻ്റെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും ഭാവി തലമുറയിലേക്ക് കൈമാറാനുള്ള ഒരു രാസത്വരകമായി ഈ സെമിനാർ തീരുവാനിടയാകുമാറാകട്ടെ, ഈ അനുസ്മരണ സമ്മേളനം തീരുവാനിടയാകുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഇൻ സം ഫെയിൻറ്റ് ഡോൺ, in some dim eve, like a gesture of light, like a dream of delight. അരബിന്ദു ആശ്രമത്തിലെ അമ്മയുടെ വരികളാണ്. ജവഹർലാൽ നെഹ്റു ഏറെ സ്നേഹിച്ചിരുന്ന, ഏറെ ബഹുമാനിച്ചിരുന്ന അമ്മയുടെ വരികളാണ്. ഇൻ സം ഫെയിൻറ്റ് ഡോൺ, ഇൻ സം ഡിം ഈവ്, ലൈക്ക് എ ഗസ്റ്റർ ഓഫ് ലൈറ്റ്, ലൈക്ക് എ ഡ്രീം ഓഫ് ഡിലൈറ്റ്, ലെറ്റ് ദിസ് മീറ്റിംഗ് അറ്റൈൻ ഇറ്റ്സ് സോളം ഒബ്ജക്റ്റീവ്സ്. ഗഗനകൂടാരം തുറന്നു നീ നോക്കുക, ഒന്നകലെയെങ്ങാനും പ്രകാശമുണ്ടോ?
ആ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ, സമഭാവനയുടെ, സദ്ഭാവനയുടെ, സഹനത്തിൻ്റെ പ്രതീകമായി ഇനിയും വർദ്ധിക്കുവാൻ ഈ പബ്ലിക് ലൈബ്രറിക്ക് തീരുവാനിടയാകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കും, വിജയത്തിൽ നിന്നും വിജയത്തിലേക്കും, ഔന്നത്യത്തിൽ നിന്നും ഔന്നത്യത്തിലേക്കും പറന്നുയരുന്ന നെഹ്റൂവിയൻ ആദർശങ്ങളെ സാധൂകരിക്കുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ, സൗമ്യതയും വിനയവും മുക്തതയും കൈമുതലായ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ, മനോഹരമായി ഈ സായാഹ്നത്തിന് നാളത്തെ പ്രഭാതമേ നിൻമുഖം ചുംബിക്കുവാൻ നാളെത്രയായി കാത്തു നിൽപ്പിതന്നെ ആശാപുഷ്പം എന്ന കവിയുടെ വചനത്തെ അന്വർത്ഥമാക്കുന്ന, മഴ തോർന്നു നിൽക്കുന്ന മനോഹരമായ ഈ സായം സന്ധിക്ക് കഴിയുവാനിടയാകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ദൈവനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ സമർപ്പിക്കുന്നു. താങ്ക് യു സർ. ഡോക്ടർ രാജു നാരായണ സ്വാമി IAS.